ഹായ് ഒരുവൺ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രസത്തിൻ്റെ പൗഡറൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് സൂപ്പർ ടേസ്റ്റി രസം പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 5 കഷ്ണം ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. തൊലിയൊന്നും കളയാത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് മാറ്റി വെക്കണം. എന്നിട്ട് ഇനി നമുക്ക് പിഴുപുളി വേണം. ഈ വലുപ്പത്തിലുള്ള പിഴുപുളിയാണ് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയാണ് വേണ്ടത്. ഈ വലുപ്പത്തിലുള്ള തക്കാളി 2 എണ്ണം നന്നായിട്ട് അടിച്ച് മാറ്റി വെക്കണം. ഇനി കായമാണ് വേണ്ടത്. ആവശ്യത്തിന് കായം എടുക്കുക. ഞാൻ ഇതിൻ്റെ പകുതിയാണ് എടുക്കാൻ പോകുന്നത്. നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് എണ്ണയിൽ മൂപ്പിച്ചെടുത്താണ്. ഇതിൻ്റെ പകുതി പൊടിച്ച് ചേർത്താൽ മതിയാകും. കായം കൂടിയാൽ നമ്മുടെ രസം കഴിക്കും. അപ്പോൾ ഞാൻ കായം മൂപ്പിച്ച എണ്ണയാണ്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുഞ്ഞു ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവ നന്നായിട്ട് പൊട്ടി വരണം. അപ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന സംഭവങ്ങളില്ലേ, അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല മൂത്ത മണം വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് പൊടിച്ച് വെച്ച കായം ചേർത്ത് കൊടുക്കണം. അത് ഓൾറെഡി മൂപ്പിച്ചാണല്ലോ, അതുകൊണ്ട് ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് ചേർത്താൽ മതി. ഇപ്പോൾ ഈ പരുവാകുമ്പോഴത്തേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന കായം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അരച്ച് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. തക്കാളിയുടെ പച്ചമണം നന്നായിട്ട് മാറണം. നന്നായിട്ട് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പിഴിഞ്ഞെടുത്ത് വെച്ചേക്കുന്ന പിഴുപുളിയുടെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1.25 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഇതിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റോളം ഇത് നന്നായിട്ട് തിളച്ച് വരേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ പെർഫെക്റ്റ് രസമായിട്ട് മാറുന്നത്. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ രസം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി മണമാണ്. ദൈവമേ, ഇപ്പോൾ ഒരു മീൻ വറുത്തതും ഇച്ചിരി ചോറും ഈ രസവും കൂടെ സൂപ്പറായിരിക്കും. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് നോക്കണം. എളുപ്പമല്ലേ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ 2 മിനിറ്റ് ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ദിവസം പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.